اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فيا عباد الله أوصيكم ونفسي بتقوى الله فقد فاز المتقون. സ്നേഹധരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടായ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ പെയ്യുന്ന കനത്ത മഴ കാരണം നമുക്ക് ചുറ്റുമുള്ള അനേകം ആളുകൾ വലിയ പ്രയാസങ്ങളും നഷ്ടങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ കാരണം ജനജീവിതം തികച്ചും ദുസ്സഹമായിട്ട് തീർന്നിരിക്കുന്നൊരവസ്ഥയിലാണ് ഉള്ളത്. പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ മാറ്റവും അള്ളാഹുവിൻ്റെ വലിയ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ ഒരു വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഴ എന്നത് അടിസ്ഥാനപരമായിട്ട് മഴ പെയ്യുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യർക്കുള്ള മുന്നറിയിപ്പും പരീക്ഷണവുമായി അത് അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റാറുണ്ട്. ഈ അവസരത്തിൽ മഴയെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും ഇസ്ലാം നൽകുന്ന സന്ദേശങ്ങൾ നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിത്തന്നതിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മഴയെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് രീതിയിലുള്ള പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അനുഗ്രഹത്തിൻ്റെ രൂപമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ അനുഗ്രഹമായി പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വേർഡുകൾക്ക് മാറ്റവും നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് അൽ ഗൈസ്, അതുപോലെ തന്നെ മാ എന്നുള്ള
പദങ്ങളാണ് വെള്ളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയപ്പെട്ട ഭാഗം നമുക്ക് സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വയുനസ്സിലുൽ ഗൈസ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗപ്പെടുത്തിയത്. അവൻ മഴ ഇറക്കിത്തരുകയും ചെയ്തിരിക്കുന്നു എന്ന് ഗൈസ് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് കാണാം. അതുപോലെ തന്നെ മാ എന്ന വചനം നമുക്ക് കാണാം. സൂറത്തുൽ മുഅ്മിനിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കനുസരിച്ച് നീരൊഴുക്ക് നൽകുന്നതിനെ കുറിച്ച് സൂറത്തുൽ മുഅ്മിനീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ എന്നാണ്. മാ എന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു ശിക്ഷയായി കൊണ്ടാണ് വരുന്നത് എങ്കിൽ അതെപ്രകാരമാണ്? മുൻകാല സമുദായങ്ങളിലേക്കെല്ലാം ധിക്കാരം കാരണം ശിക്ഷയായിട്ടാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കമോ പ്രളയമോ ആണ് വന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മത്വർ എന്നുള്ള വേഗനാണ്. മത്വർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ അവിടെ വിശേഷിപ്പിക്കുന്നത്. സൂറത്തു ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഅംതർനാ അലൈഹിം മത്റൻ ഫസാഅ മത്റുൽ മുൻസരീൻ. അവരുടെ മേൽ നാം ഒരു പ്രത്യേകതരം മഴയങ്ങ് വർഷിപ്പിച്ചു. അവിടെ മത്വർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അപ്പോൾ മുന്നറിയിപ്പ് നൽകപ്പെടുകയും അത് അവഗണിക്കുകയും ചെയ്തവരുടെ ആ മഴ എത്രയോ മോശമായിരുന്നു. മത്വർ എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിട്ട് പറയാണ് അല്ലാഹ് അത് എത്രയോ മോശമായിട്ടാണ് അവർക്ക് അത് നൽകിയത് എന്ന്. ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കൊരുപാട് പാഠങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലെ മനുഷ്യന്റെ അഹങ്കാരവും ധിക്കാരവും അതിരി കടക്കുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹമായ വെള്ളം തന്നെ വിനാശകരമായ ശിക്ഷയായി മാറുമെന്നതിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. സമുദായത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തുന്നുണ്ട്. അവരുടെ സ്ഥിതിഗതികളെ കുറിച്ച് നമ്മളോട് പറയുന്നിടത്ത് കാണാം. സമൃദ്ധമായിട്ടുള്ള തോട്ടങ്ങളും വലിയ അണക്കെട്ടുകളുമുള്ള അനുഗ്രഹീത ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് നൽകപ്പെട്ടത്. സമുദായത്തിന് അല്ലാഹു നൽകപ്പെട്ടത് എന്താ? അണക്കെട്ടൊക്കെ കെട്ടി വെള്ളം നിറച്ചു വെച്ച് അതിലൂടെ കൃഷി നടത്തി. നമുക്ക് ഈ പ്രദേശത്തൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്കതിൻ്റെ ചെറിയ അണക്കെട്ടുകൾ നിർവഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്നതിൻ്റെ വാല്യൂയെ കുറിച്ച് അറിയാൻ സാധിക്കും. എന്നാൽ വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ കൃഷി ചെയ്യാനും അതിൽ നിന്ന് വരുമാനമെടുക്കുവാനുമുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല സബഅ ഗോത്രക്കാർക്ക് നൽകിയിരുന്നു എന്നാണ്. അങ്ങനെ അവർക്കത് നൽകപ്പെട്ട സമയത്ത് നന്ദി കെട്ടവരായി ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണുണ്ടായത്. ഇതൊക്കെ അല്ലാഹു നൽകിയ അനുഗ്രഹമായിരുന്നു. ഏത്? ധാരാളം വെള്ളം കെട്ടി നിർത്താനും മഴ കൊടുത്തിട്ട് വെള്ളം കെട്ടി നിർത്താനും എന്നിട്ട് കൃഷി ചെയ്യാനും അതിൽ നിന്ന് വരുമാനമെടുക്കാനൊക്കെ ഉള്ള. പക്ഷെ അവരുടെ അഹങ്കാരം എന്ത് ചെയ്തില്ല? അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ അവർ വിട്ടുനിന്നു. അതിലവർ പങ്കാളികളെ ചേർക്കുന്ന കാര്യത്തിലേക്ക് അവർ വന്നു. ഈ അഹങ്കാരത്തിന് ഫലമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അണക്കെട്ടങ്ങ് തകർത്തു കളഞ്ഞു. ഏതൊരു വെള്ളമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി കൊണ്ട് ആ സമുദായത്തിന് നൽകപ്പെട്ടത്, ആ വെള്ളം കൊണ്ട് തന്നെ അല്ലാഹു എന്ത് ചെയ്തു? അവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ്. അതങ്ങോട്ട് അണക്കെട്ടണ്ട് പൊട്ടിച്ചു, വെള്ളം ശക്തമായി ഒഴുകി കൃഷിയും മറ്റുമെല്ലാം നശിച്ചു, ആളുകളും നശിച്ചു പോകുന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തി വെച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ച് പറയുന്നിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. നൂറ്റാണ്ടുകളോളം പ്രബോധനം നടത്തിയിട്ടും സത്യം ഉൾക്കൊള്ളാതെ അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കളവാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ
അള്ളാഹു ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വെള്ളം ഒഴുക്കി വിട്ട് മഹാപ്രളയത്തിൽ അവരെ മുക്കി നശിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അള്ള ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് അവരെ നോക്കി പാലിപ്പിച്ചപ്പോൾ അവരൊന്നും എന്ത് ചെയ്തില്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യില്ല, വിഗ്രഹങ്ങൾ ആരാധിക്കാൻ തയ്യാറായി മാറിയ ഒരു സമുദായമായി കൊണ്ട് മാറുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിന് എന്ത് ചെയ്തു? മുന്നറിയിപ്പ് കൊടുത്തു. പ്രളയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തു. കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. വിശ്വസികളായിട്ടുള്ള ആളുകളെയെല്ലാം അതിലേക്ക് ക്ഷണിച്ചു. ഏതാനും ചില ആളുകൾ മാത്രമാണ് വിശ്വസികളായിട്ടുണ്ടായിരുന്നത്. അതേ മൃഗങ്ങളിൽ നിന്നൊക്കെ ഇണകളെ അതിലേക്ക് കയറ്റി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഒക്കെ പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷയുടെ സമയമായപ്പോൾ ആകാശത്തുനിന്ന് മഴയാണ് ചൊരിഞ്ഞത്. ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല ആ മഴ ഉറവിടമായ വെള്ളം തന്നെ എന്ത് ചെയ്തു? അടുപ്പുകൾക്കുള്ളിൽ നിന്ന് പോലും പൊട്ടിയൊഴുകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആക്കി തീർത്തുന്ന അത് ഭൂമിയാകെ നിറയുകയും ആ കപ്പലിൽ കയറിയവർ മാത്രം രക്ഷപ്പെടുകയും ബാക്കിയുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു? മുങ്ങി നശിക്കപ്പെട്ട ചരിത്രമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ വെള്ളം കൊണ്ട് ശിക്ഷിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു കാര്യം കൂടി വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ധിക്കാരിയായ ഫിർഔനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞു വാദിച്ചവനാണ് ആര്? ഫിർഔന്. അവന്റെ പര്യാവസാനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുന്നുണ്ട്. ആ അഹങ്കാരം അങ്ങ് അതിരുകടന്നപ്പോൾ ഫിർഔനെയും അവന്റെ സൈന്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വധിച്ചത് ഇവിടെ വെച്ച ചെങ്കടലിൽ വെച്ചിട്ടാണ് വധിക്കുന്നത്. അതെന്തുകൊണ്ടാ? വെള്ളം കൊണ്ട് തന്നെയാണ് അല്ലാഹു അവിടെ എന്ത് ചെയ്ത് ശിക്ഷ നടപ്പാക്കിയത്. വെള്ളത്തിൽ മുക്കി മരിപ്പിക്കുന്ന അവസ്ഥ എന്ത് ചെയ്തു? ഉണ്ടാക്കി അല്ലാഹു സുബ്ഹാനഹു തആല. അപ്പോ വെള്ളം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെങ്കിൽ പോലും അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശിക്ഷിക്കാനുള്ള വഴിയും അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണം. ഈ വെള്ളപ്പൊക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ചരിത്രങ്ങളിലേക്കൊക്കെ നമ്മുടെ ഹൃദയം പോവേണ്ടതുണ്ട്. എന്നിൽ നിന്നുള്ള അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൽ നിന്നുള്ള എൻ്റെ നാട്ടുകാരിൽ നിന്നുള്ള പാപങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കുമോ റബ്ബേ ഈ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭയപ്പാട് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? കയറണമെന്നർത്ഥം. അതിനാണ് അത് ഉപയോഗപ്പെടുന്നത്. അതാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനല്ല. അത് എങ്ങാനും ഈ മഴ എനിക്ക് ശിക്ഷയായിട്ടെങ്ങാനുമാണോ വന്നിട്ടുള്ളത്, വന്നുകൊണ്ടിരിക്കുന്നത്, ഈ പ്രദേശത്തേക്ക് അത് അടുത്തേക്കുമോ എന്നുള്ള ഭയപ്പാട് എന്തുണ്ടായിരിക്കണം? നമുക്കുണ്ടാകുകയും നമ്മുടെ മനസ്സിനെ നന്നാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കണം. മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളമെന്നുള്ളത് നമ്മുടെ ജീവന്റെ ഉറവിടമായിക്കൊണ്ടും ഭക്ഷണത്തിന്റെ സ്രോതസ്സായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളമില്ലെങ്കിൽ ഭൂമിയിൽ എന്തുണ്ടാവില്ല? ജീവനുണ്ടാവില്ല. റബ്ബ് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വെള്ളവുമായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരുടെ എല്ലാ നിലനിൽപ്പും എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്മാരുടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ നിദാനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തുന്നുണ്ട്. وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ. സകല ജീവവസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം ഉണ്ടാക്കിയത്, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള നിദാനമാക്കിയിട്ട് വെച്ചിട്ടുള്ളത് എന്താ? ആ ഒരു കാര്യമാണ്. ആ വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ ഉറവിടമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളും കായ്ക്കനികളും ഭൂമിയിൽ മുളച്ചു പൊന്തുന്നത് മഴ കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത് എന്ന് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല
മനുഷ്യന്റെ ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം. നമ്മൾ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തിന്നു കൂട്ടുന്നത്, എല്ലാ കാര്യങ്ങളും തിന്നിങ്ങനെ കൂട്ടുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അതിനാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കിക്കൊള്ളട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, അതായത് നാം ധാരാളമായി വെള്ളം ചൊരിഞ്ഞിതാ തന്നിരിക്കുന്നു. പിന്നീട് നാം ഭൂമിയെ വേറൊരു രീതിയിൽ പിളർത്തി മുളപ്പിച്ച് നൽകിയിരിക്കുന്നു. ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളം നമുക്ക് എന്ത് ചെയ്തു? ചൊരിഞ്ഞു തന്നു. എന്നിട്ട് ആ ഭൂമി പിളർത്തിക്കൊണ്ട് അല്ലാഹു ധാന്യങ്ങൾ എന്ത് ചെയ്തു? മുളപ്പിച്ചു. അതിൽ നാം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അതാ പറയാണ്, അതിൽ ഞാൻ ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു. എന്തെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉൽപ്പാദിപ്പിച്ചു തന്നത്? ചില കാര്യങ്ങളെക്കുറിച്ച് ഭൂമിയിൽ ഒട്ടനേകം സാധനങ്ങളുണ്ട്, പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്. അതിൽ മുന്തിരിയും പച്ചക്കറികളുമുണ്ട്. ഒലീവും ഈന്തപ്പനകളും അതിലുണ്ട്. തഴച്ചു വളർന്ന വലിയ തോട്ടങ്ങളും അതിലുണ്ട്. നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളും അതിലുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ പുല്ലുകളും അതിലുണ്ട്. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നോക്കണേ. ആ ഭക്ഷണം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുന്ന ആൾക്കാരല്ലേ. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാ? നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും എല്ലാം ഉപഭോഗത്തിനായിക്കൊണ്ടത് ഞാൻ നൽകിയിരിക്കുന്നത്. നമ്മ ആകാശത്ത് നിന്ന് മഴ എന്ത് ചെയ്യണം? ഞാൻ ചൊരിയാണ്. ഭൂമിയിൽ നിന്നിട്ട് പിളർക്കുകയാണ്. അതിൽ ധാന്യങ്ങളും മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈന്തപ്പനകളും തഴച്ചു വളരുന്ന തോട്ടങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഒക്കെ ഉപഭോഗത്തിനായിക്കൊണ്ട് നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാണ്. ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്ന കാര്യമില്ലേ? യാ അയ്യുഹന്നാസ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് അല്ലാഹു വിളിക്കുകയാണ് ജനങ്ങളെ വിളിക്കുകയാണ്. യാ അയ്യുഹൽ മുസ്ലിമൂൻ അല്ല പറയുന്നത്, യാ അയ്യുഹന്നാസ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണോ? മുഅ്മിനീങ്ങൾ മാത്രമാണോ? അല്ല, ജനങ്ങളായ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭക്ഷണങ്ങളെല്ലാം റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നൽകുന്നവനായ അള്ളാഹുവിനത് പറയുവാനും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അധികാരമുണ്ട്. എന്താ റബ്ബ് പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും. നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. വല്ലദീന മിൻ ഖബലികും. നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനുമായ, നമുക്ക് മുമ്പും ഒരുപാട് ജനത വന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെയും നമ്മളെയൊക്കെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയണേ. എന്നിട്ട് അല്ലാഹ് പറയുന്ന കാര്യമുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ. ഭൂമിയെ നാം നിങ്ങൾക്ക് വിരിപ്പാക്കി നൽകിയില്ലേ? നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ, ഒരു പ്രയാസവും കൂടാതെ നിർവഹിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കുന്നുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും നടന്നു പോവാൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടാ? ഇല്ല. ഒക്കെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ പ്രക്രിയയും അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനൊരു ഫിറാഷാക്കി തന്നിട്ടുണ്ട്, ഒരു വിരിപ്പാക്കി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പരന്ന രൂപത്തിലാക്കി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വസ്സമാഅ ബിനാഅ. ആകാശത്തെ നിങ്ങൾക്കൊരു മേൽക്കുരയുമാക്കി നൽകിയിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്,
വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് നാം വെള്ളമിറക്കി തന്നിട്ടില്ലേ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. അവൻ ആകാശത്ത് നിന്ന് വെള്ളം ചുരുകയും അതുവഴി നിങ്ങൾക്ക് ഭക്ഷണമായി ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനാൽ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കരുത് എന്ന് പറയാം. അറിഞ്ഞിട്ട് അള്ളാഹുവിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? പങ്കാളികൾ ഉണ്ടാക്കരുത്. അറിഞ്ഞിട്ട് പങ്കാളികൾ ഉണ്ടാക്കുക. ആലോചിച്ച് നോക്കൂ നമ്മുടെ സമുദായത്തിലേക്ക്. ഇവിടെയാണ് ഞാൻ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഈ വലിയ അനുഗ്രഹങ്ങളൊക്കെ നൽകി ഭൂമിനെ ഫിറാശാക്കി, അതേപോലെ തന്നെ ആകാശത്തിനെ ബിനാ ആക്കി, പിന്നെ മാത്രമല്ല അതിൽ നിന്ന് വെള്ളം ഇറക്കി, എന്നിട്ട് നമുക്ക് വേണ്ട ജീവന്റെ ആവശ്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ടും ചില ആളുകളൊക്കെ പറയുന്നത് എന്താണ്? മഴയെക്കുറിച്ച് പറയുന്നത് എന്താ? അതാണ് നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത്. സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. ചില കാലങ്ങളുടെ കാരണത്താലാണ് മഴ വർഷിപ്പിക്കപ്പെടുന്നത് എന്ന് ആളുകൾ. അതിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ വായിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ. നക്ഷത്രത്തിന്റെ കണക്കാണ് മലയാള മാസങ്ങൾ എന്ന് പറയുന്നത്. മലയാള മാസം എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ കണക്കുകളാണ്. ആ നക്ഷത്ര കണക്കനുസരിച്ച് കാരണത്താലാണ് മഴ പെയ്തത് എന്ന് നമ്മുടെ നാക്കുകളിൽ നിന്ന് വരാറില്ലേ? ഞാറ്റുവേല കൂടി അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ. കർക്കിടകം വന്നു, ഇടിയും മഴയും വഴി ചെയ്യാനുള്ള സമയമായി. ആര്? നമ്മൾ പറയുന്ന വാക്കുകളാണ്. അറിയാതെ പറഞ്ഞു പോവാണ് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ട ആ വാക്കുകൾ എന്ത് ചെയ്യണ്? ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പോവാ. നമ്മൾ അതിൽ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ നാക്കിൽ. പക്ഷെ സൂക്ഷിക്കണം. നക്ഷത്രങ്ങളുടെ പേരിൽ, കണക്കുകളുടെ പേരിൽ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാന്റെ അനുഗ്രഹമാണ്. മഴ എന്ന രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മഴ പെയ്യുന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ മാത്രമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളോ നക്ഷത്രങ്ങളുടെ മാറ്റങ്ങളെയോ മാത്രം മഴയ്ക്ക് കാരണമായി കാണുന്നത് ഈമാനിന് നിരക്കാത്ത കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ആകാശത്ത് നിന്ന് അനുഗ്രഹം ഇറക്കുമ്പോഴെല്ലാം ആളുകളിൽ ഒരു വിഭാഗം അതിൽ അവിശ്വസിക്കുന്നു. മഴ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് ആളുകൾ ഒരു വിഭാഗം അവിശ്വസിക്കുന്നു. അള്ളാഹു മഴ പെയ്യിപ്പിക്കുമ്പോൾ ഇന്ന നക്ഷത്രം കാരണമാണ് മഴ പെയ്തത് എന്ന് അവർ പറയുന്നു. അല്ലേ? മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ ഈ സമയം കർക്കിടത്തിന്റെ സമയമായതുകൊണ്ടാണ് അങ്ങനെ മഴ പെയ്യുന്നത് എന്നാണ്. ഭയങ്കര ഇടിയാണല്ലോ എന്ന് പറയുമ്പോൾ കർക്കിടല്ലേ, അതൊക്കെ ഉണ്ടാവും. അതാണ് നമ്മളെ വർത്താനം വരല്. മനസ്സിലായില്ലേ? ആ വർത്തമാനം നമുക്ക് പാടില്ലാത്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സയ്യിദ് ഇബ്നു ഖാലിദ് അൽ ജുഹൈനി റളിയല്ലാഹു ഹുദൈബിയയിലെ സംഭവം നിവേദനം ചെയ്യപ്പെടുന്നിടത്ത് പറയുന്നത് കാണാം, മഴ പെയ്ത ഒരു രാവിന് ശേഷം സുബ്ഹി നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറയുന്നവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. അള്ളാന്റെ അനുഗ്രഹവും കാരുണ്യം കൊണ്ടാണ് മഴയുണ്ടായത് എന്ന് പറയുന്നവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. അല്ലാതെ ഇന്ന നക്ഷത്രം കാരണമാണ് എന്ന് എന്നിൽ അവിശ്വസിച്ചവനാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എന്നിൽ അവിശ്വസിച്ചവനാണ്, എന്നിൽ വിശ്വാസമില്ലാത്ത ആളാണെന്ന് അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ, അപ്പം നമ്മൾ ആ പറയുന്ന ഭാഗത്ത് വളരെ ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യണം? കാണണമെന്നർത്ഥം. അള്ളാന്റെ ഈ അനുഗ്രഹത്തെ മറ്റുള്ളവരിലേക്ക് ചേർത്ത് കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലബാറിലെ ചില വ്യാജ കറാമത്ത് കഥകളിലും മൗലിയാക്കളുടെ മഹാത്മ്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില പുസ്തകങ്ങളിലൊക്കെ കോയപ്പാപ്പയെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം. അല്ലേ? കോയപ്പാപ്പയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രദേശത്ത് കടുത്ത വരൾച്ചയും മഴക്കെടുതിയൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ആളുകൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കോയപ്പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നുവെന്നും തുടർന്ന് അദ്ദേഹം താൻ ഉടുത്തിരുന്ന മുണ്ടങ്ങ് പൊക്കിയപ്പോൾ കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി വരികയും എന്നിട്ട് കനത്ത മഴ പെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് കാണാം. അസ്തഗ്ഫിറുല്ലാഹ്, എന്തൊരു വാചകമാണ് അവർ പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമുദായത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ. അങ്ങനെയാണോ മഴ നമുക്ക് ലഭിക്കപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിൽ നിന്നല്ലേ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഴ പെയ്യിക്കലും പ്രകൃതിയെ നിയന്ത്രിക്കലും അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ട റുബൂബിയത്തിൽപ്പെട്ട കാര്യമാണ്. ആ റുബൂബത്തിനെയാണ് ഇന്ന വ്യക്തിയിലേക്ക് ഇത് ചെയ്യുന്നത്,
ആണ്ട് ചേർത്ത് പറയുന്നത്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തിക്കോ വലിയനോ മഖാമിനോ മഴ പെയ്യിക്കാൻ സ്വയം ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദിന് തീർത്തും വിരുദ്ധവും ശിർക്കുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. മനസ്സിലായില്ലേ? മഴ പെയ്യുക അതിനൊന്നും കഴിവില്ല. അള്ളാഹുവിന് മാത്രമാണ് മഴ നമുക്ക് നൽകുവാനുള്ള കഴിവ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയിലേക്കാവണം നമ്മൾ വരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ കടുത്ത വരൾച്ചയുണ്ടാകുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുകയായിരുന്നില്ല ചെയ്തത്. പകരം വിനയാന്വിതരായി അള്ളാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് മാത്രം മഴയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റു രൂപത്തിലേക്കല്ല, ഈ പറയപ്പെടുന്ന രൂപത്തിലേക്കല്ല. ഒരു വലിയ അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത ദാസന് ഒരിക്കലും എന്ത് ചെയ്യൂല, ഔറത്ത് പൊക്കി കാണിക്കൂല. ഇസ്ലാമിക മര്യാദകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കഥകൾ ഔലിയാക്കളെ പറ്റി വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയ ദുരാചാര പ്രമാണങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ കാര്യവും കൂടി നമ്മൾ ഇതോടൊപ്പം തിരിച്ചറിയണം. എന്നിട്ട് റബ്ബ് റഹ്മാനായ തമ്പുരാൻ ആണ് നമുക്ക് മഴ വർഷിപ്പിക്കുന്നത്. ആ മഴയുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന ആളുകളാണെന്നുള്ള തിരിച്ചറിവുകളോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ജനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. നിറഞ്ഞ സത്യവിശ്വാസികൾ, വിശ്വാസിനികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകൃതിയിലെ ഓരോ അനുഭവത്തിലും ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്നവനായി തീരണം. ഒരു മഴ ലഭിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇസ്ഖിനാ ഗൈസൻ മുഗൈസൻ മരീഅൻ നാഫിഅൻ ഗൈറ ളാർ ആജിലൻ ഗൈറ ആജിലിൻ എന്നുള്ള പ്രാർത്ഥനയാണ് മഴയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തന്നു. ആ ഒരു സമയം വരുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാഹുവേ, ഉപകാരപ്രദമായിട്ടുള്ള മഴയാക്കി നാഥാ ഇതിനെ മാറ്റണേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇനി ആ മഴ കണ്ട് ലഭിച്ചു കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാലോ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഞങ്ങൾക്കിതാ മഴ ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുവാൻ സാധിക്കണം. ഇനി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അത് കൂടുതലാവുകയാണെങ്കിലോ, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന അവസ്ഥ വരികയാണെങ്കിലോ, അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോട്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കിത്തരേണേ അല്ലാ. ഞങ്ങളുടെ മേൽ നാശമായി നീ ആക്കരുതേ റബ്ബേ. മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ഇത് പെയ്യിപ്പിക്കണേ നാഥാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അപ്പോൾ ചുറ്റുഭാഗങ്ങളിലേക്ക് അതെന്ത് ചെയ്തു മാറിപ്പോവുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതൊക്കെ അടുമാറിപ്പോയി നമ്മുടെ നാട്ടിലെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു മാറിക്കിട്ടും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളും ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല ദുരന്തങ്ങളുടെയും പിന്നിൽ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത ഇടപെടലുകളും അഹങ്കാരങ്ങളും ഒരു കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ ആ ഒരു അഹങ്കാരൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പോയി പെടാൻ പാടില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ അവിടുന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങൾ ചെയ്ത ഏതോ തെറ്റ് കാരണമാണ് ഈ കുലുക്കം ചെയ്തിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇനിയും ആവർത്തിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ എന്ത് ചെയ്യില്ല, നിൽക്കൂല കേട്ടോ എന്ന് അമീറുൽ മുഅ്മിനീൻ പറയുന്നത് കാണുവാൻ സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു തൗബയിലെ 126-ാമത്തെ ആയത്തിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറതൻ ഔ മർറതൈൻ ثم لا يتوبون ولا هم يذكرون. അവർ കൊല്ലത്തിൽ 1-2 തവണ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? പരീക്ഷണങ്ങൾ വരുമ്പോണ്ടെങ്കിൽ ആ ചോദ്യം, അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ ആ പരീക്ഷണങ്ങളാണ് എന്നുള്ള വിചാരം നമുക്ക് എന്താണോ? എന്നിട്ടും അവർ തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ എന്നാ ചോദ്യം. ഇസ്തിഗ്ഫാർ ചെയ്ത് പരീക്ഷണമാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുലേക്ക് എന്ത് ചെയ്യണം? മടങ്ങാൻ നമുക്ക് സാധിക്കണം. അവർ ചിന്തിച്ച് പഠിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. ഇനി ഈ ദുരന്തമുഖത്ത് നമുക്ക് ചെയ്യേണ്ടതായ കടമകളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ ഈ പ്രദേശത്തൊക്കെ വളരെ രക്ഷയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അവർക്കൊന്നും ബാധിക്കപ്പെട്ട വാദങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നമുക്കാർക്കും വന്നു ചേർന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വരുത്താതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ചുറ്റിലും എല്ലാം നഷ്ടപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ട്. വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീട്ടുപകരണങ്ങൾ ഒലിച്ചുപോയ ആളുകളുണ്ട്, കൃഷിനാശം സംഭവിച്ച ആളുകളുണ്ട്, വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ സഹായഹസ്തം നീട്ടേണ്ട ആവശ്യമുണ്ട്. ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകാൻ നമ്മൾ മുന്നോട്ട് വരേണ്ട കടമ നമുക്കുണ്ട്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനൊന്നും ചെയ്യരുത്, നമ്മൾ മറക്കരുത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ദുരന്ത സമയങ്ങളിൽ ഭരണകൂടവും ദുരന്ത നിവാരണ സേനകളൊക്കെ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കാൻ പാടില്ല. ചില ആൾക്കാരങ്ങനെയാണ്, അത് അവഗണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അനാവശ്യ യാത്രകളും സാഹസികതകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ സന്ദർഭം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് ഒഴിവുകൾ കിട്ടുകയാണല്ലോ. ഒഴിവ് ഗവൺമെൻറ് പറയുമ്പോൾ അപ്പോൾ വണ്ടി എടുത്തിട്ടാണ് പോവുകയാണ്. എന്നിട്ട് വെള്ളക്കെട്ടുകളിലേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ പോയി അതിലേക്ക് ഒലിച്ചു പോകുന്ന രൂപത്തിലും അപകടങ്ങൾ പറ്റുന്ന രൂപത്തിലേക്കും പോവുക ചെയ്യരുത്. നമ്മൾ അധികാരമാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ശിക്ഷ എന്തെങ്കിലും വഴിയെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുന്നവരായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു തആല നമ്മെയും നമ്മുടെ നാടിനെയും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പെയ്യുന്ന മഴയെ നമുക്ക് കാരുണ്യത്തിൻ്റെ മഴയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ارفع عنا البلاء والباء والفتنة. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. فاذكروا الله العظيم يذكركم واشكروا على نعمه يزدكم ولذكر الله أكبر والله يعلم ما تصنعون.